ശാരീരികക്ഷമതയ്ക്കുള്ള ലളിതമായ വ്യായാമമാണിത്. നമ്മുടെ വയറിലെ പേശികൾക്കും, അതായത് അബ്ഡമൻ മസിൽസ് വഴക്കത്തിന് അല്ലെങ്കിൽ ഫ്ലെക്സിബിലിറ്റി, പെൽവിക് ഏരിയ ഫ്ലെക്സിബിലിറ്റി ഒരുപോലെ ഗുണകരമായ ഒരു വ്യായാമമാണ് ഈ ആൾട്ടർനേറ്റ് ടോ ടച്ച്. ഇത് പതിവായി ചെയ്യുന്നതുകൊണ്ടുള്ള പ്രധാന ഗുണങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ വയറിലെ അമിതമായ കൊഴുപ്പ്, അതായത് സൈഡ് ബെല്ലി, കൈകളിലുള്ള മസിൽസ് ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്ന മസിൽസൊക്കെ തൂങ്ങിക്കിടക്കുന്ന പോലുള്ള ആ ഒരു സിംറ്റംസ്. പിന്നെ നമുക്കാണെങ്കിൽ നമ്മുടെ വയറിന് ചുറ്റുമുള്ള കൊഴുപ്പ് കുറയ്ക്കാൻ, അല്ല വയറ് ഒതുങ്ങാൻ, സൈഡിലൊക്കെ ആണെങ്കിൽ ബെല്ലി ഫാറ്റ്സ് പോലുള്ള അങ്ങനെയൊക്കെയുള്ള ഇത്. പിന്നെ ശരീരത്തിൻ്റെ വഴക്കം, നമ്മുടെ ഫ്ലെക്സിബിലിറ്റി വർദ്ധിപ്പിക്കുന്നു, അതായത് നട്ടെല്ല്, ഇടുപ്പ്, കാലുകൾ എന്നിവയ്ക്ക് നല്ല രീതിയിൽ സ്ട്രെച്ചിങ് ലഭിക്കുന്നുണ്ട്, ശരീരത്തിൻ്റെ വഴക്കം വർദ്ധിക്കുന്നു. പിന്നെ നമ്മുടെ ബാക്ക് ബോൺ, നട്ടെല്ല് കുനിഞ്ഞും നമ്മൾ തിരിഞ്ഞും കൂടാണ് ഈ വ്യായാമം ചെയ്യുന്നത്. അപ്പം ഒരു റൊട്ടേഷനും പിന്നെ അപ്പ് ആൻഡ് ഡൗണും കൂടെയാണ്. അപ്പോൾ ഓപ്പോസിറ്റ് ആയിട്ടുള്ളൊരു ആക്ഷനാണിത്. അപ്പോൾ കുനിഞ്ഞും തിരിഞ്ഞും ചെയ്യുന്ന ഈ വ്യായാമം നട്ടെല്ലിൻ്റെ ചലനശേഷി കൂട്ടാൻ സഹായിക്കും. അത് നടുവേദന ഒഴിവാക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എക്സസൈസാണിത്. പിന്നെ കാലുകളിലുള്ള നമ്മുടെ മസിൽസ്, തുടയെല്ലുകൾ, ഹാംസ്ട്രിങ് മസിൽസ്, പിന്നെ കാഫ് മസിൽസ്, ഈ തുടയിലെ പേശികൾ, കാലുകൾക്ക് നല്ല ഉറപ്പ് എന്നിവ ലഭിക്കാൻ സഹായിക്കുന്നു. പിന്നെ നമ്മുടെ ശരീരത്തിൻ്റെ മുകൾ ഭാഗവും താഴ്ഭാഗവും ഒരേപോലെ ചലിപ്പിക്കുന്ന ഒരു എക്സസൈസാണിത്. അപ്പോൾ അതുകൊണ്ട് രക്തയോട്ടം കൂടുതലായിട്ട് വർദ്ധിക്കാനും ഉന്മേഷം ലഭിക്കാനും ഈ എക്സസൈസ് വളരെയധികം പ്രദാനം ചെയ്യുന്നുണ്ട്. എത്ര കാലകത്തി വെക്കണം എന്നുള്ളതാണ് ഞാൻ ഇതിൽ കാണിക്കുന്നത്. അതായത് നമ്മുടെ കാലിൽ രണ്ട് കൈയും ഒരു സൈഡിൽ കൂടെ താപ്പോട്ട് കൊണ്ട് എക്സ്റ്റെൻഡ് ചെയ്തിട്ട്, ആ കൈയാണെങ്കിൽ ആ സൈഡിൽ കൂടെ തറയിൽ ഭൂമിയിൽ മുട്ടുന്ന രീതിയിലുള്ള നമ്മുടെ രണ്ട് കൈയും, കാല് രണ്ടും സ്ട്രെയിറ്റ് ആയിരിക്കണം. അപ്പോൾ രണ്ട് കൈയും മാക്സിമം അത് എക്സ്റ്റെൻഡ് ചെയ്യുന്നില്ല. അതുപോലെ പിന്നെ എക്സ്റ്റെൻഡ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഇടുപ്പ് ഭാഗത്ത്, അതായത് കാലിൻ്റെ പ്യൂബിക് ഏരിയ ആ ഒരു അവിടെ സ്ട്രെച്ച് ആവാനുള്ള ചാൻസ് കൂടുതലായതുകൊണ്ട് ഒത്തിരി അങ്ങ് അകത്തുകയും ചെയ്യരുത്. പിന്നെ കാലിൻ്റെ ആ ഒരു എക്സ്റ്റൻഷനിൽ കാല് സ്ട്രെയിറ്റ് ആയിരിക്കണം. നീ എന്ന് പറയുന്നത് വളരെ സ്ട്രെയിറ്റ് ആയിരിക്കണം. കാരണം നീ സ്ട്രെയിറ്റ് ആയെങ്കിൽ മാത്രമേ നമുക്ക് ബ്ലഡ് സർക്കുലേഷൻ കൂടത്തുള്ളൂ. അപ്പോൾ നമ്മൾ എന്നിട്ട് ബട്ടക്സ് ബാക്കിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് മുമ്പിലോട്ട് ബെൻഡ് ചെയ്ത് രണ്ട് കൈയും രണ്ട് കാലിൽ കൂടെ ഡ്രാഗ് ചെയ്ത് താപ്പോട്ട് കൊണ്ടുപോയി അവിടെ ഒന്ന് ഹോൾഡ് ചെയ്യുക. അപ്പോൾ ഇതൊരു ഈ ആൾട്ടർനേറ്റ് ടോ ടച്ച് ചെയ്യുന്നതിന് മുമ്പായിട്ടുള്ള ഒരു വാമിംഗ് അപ്പ് എക്സസൈസാണ്. നമ്മുടെ ബോഡി ഒന്ന് മൂവ്മെൻറ്റ്സിന് വേണ്ടിയാണ്. അപ്പം രണ്ട് കൈയും താപ്പോട്ട് കൊണ്ടുപോയിട്ട് അവിടെ സ്ട്രെച്ച് ചെയ്ത് നമ്മൾ തിരിഞ്ഞ് നിന്ന് കാണിക്കുമ്പോൾ ബാക്ക് സൈഡ് മൂവ്മെൻറ്റും കൂടെ മനസ്സിലാക്കാൻ പറ്റും. ബട്ടക്സ് ബാക്കിലോട്ട് ഒന്ന് ഷിഫ്റ്റ് ചെയ്തിട്ട് രണ്ട് കൈയും താഴോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുക. അങ്ങനെ ഒരു 5 പ്രാവശ്യം 10 പ്രാവശ്യം ചെയ്തതിന് ശേഷം പിന്നെ നമുക്ക് ഈ എക്സസൈസ് നമ്മൾ തുടങ്ങുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഇതിൻ്റെ ആദ്യമായിട്ട് ചെയ്യുന്നതായിട്ട് നമുക്ക് കൗണ്ടിങ്ങിലൂടെ ചെയ്യാൻ പറ്റും. അതായത് രണ്ട് കൈയും രണ്ട് സൈഡിലോട്ട് സ്ട്രെച്ച് ചെയ്തിട്ട് ഒരു ലെഫ്റ്റ് സൈഡിലോട്ട് അത് ബെൻഡ് ചെയ്തിട്ട് ആ ടോയിൽ ടച്ച് ചെയ്യുക. നീ സ്ട്രെയിറ്റ് ആയിരിക്കണം, ടോയിൽ ടച്ച് ചെയ്യുക. അതുപോലെ തന്നെ കൈ എന്ന് പറയുന്നത് സൈഡിലോട്ട് ബെൻഡ് ചെയ്തിട്ട് മേപ്പോട്ട് സ്കൈയിലോട്ടാണ് കൈ വെക്കേണ്ടത്. അപ്പോൾ ആ കൈയിലേക്ക് നോക്കണം. അല്ലെങ്കിൽ കൈയുടെ ഫിംഗർ ടിപ്പിലോട്ട് നോക്കുകയോ അല്ലെങ്കിൽ സ്കൈയിലോട്ട് നോക്കുകയോ ചെയ്യാം. അത് ഒരു സൈഡ്. നമ്മുടെ ബെല്ലി ഫാറ്റ്, അതായത് രണ്ട് സൈഡും റൊട്ടേഷനാണ്, ബെൻഡ് ആൻഡ് റൊട്ടേഷനാണ്. അപ്പം ഒന്ന് താഴോട്ട് ബെൻഡ് ചെയ്യുന്നു, ഒന്ന് സൈഡിലോട്ട് റൊട്ടേറ്റ് ചെയ്യുന്നു. എന്നിട്ട് പിന്നെ അടുത്ത കൈ റൈറ്റ് സൈഡിൽ കൊണ്ടുപോയിട്ട് ടോയിൽ ടച്ച് ചെയ്തിട്ട് സൈഡ് വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ കറക്റ്റായിട്ടുള്ള ലെഗിൻ്റെ മൂവ്മെൻറ്റും മനസ്സിലാക്കാൻ പറ്റും. ടോ ടച്ച്, പിന്നെ സൈഡ് സ്ട്രെച്ച്. അപ്പം സൈഡ് സ്ട്രെച്ച് ചെയ്തിട്ട് റൊട്ടേറ്റ് ചെയ്യുക. അങ്ങനെ നമുക്ക് ഇതിനെ കൗണ്ടിങ്ങിലൂടെ നമുക്ക് ചെയ്യാൻ പറ്റും. അതായത് ലെഫ്റ്റിലോട്ടാകുമ്പം നമ്മൾ 1 2 3 4 1 2. അപ്പം ഈ ഒരു എക്സസൈസ് എന്ന് പറയുന്നത് നമ്മളിനി സ്പീഡിൽ ചെയ്യുമ്പോൾ രണ്ട് സൈഡും ഓൾട്ടർനേറ്റ് ടോ ടച്ച് ആയിട്ട് നമുക്ക് സ്പീഡിൽ ചെയ്യാൻ പറ്റും. ഇത് നമുക്കൊരു നല്ല രീതിയിൽ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഒരു 20 ടൈംസ് ആ ഒരു റെപ്പ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് അതൊരു സെറ്റാണ് 20 റെപ്സ് എന്ന് പറയുന്നത്. പിന്നെ അതിനെ നമുക്ക് 30 ആക്കാം, 40 ആക്കാം, 50 ആക്കാം. അതായത് ഒരു സൈഡിൽ നിന്ന് മറ്റേ സൈഡിൽ ടച്ച് ചെയ്യുമ്പോൾ അത് 1 കൗണ്ടായിട്ടാണ്. അപ്പോൾ 1 2 3 4 എന്ന് നമ്മൾ കൗണ്ട് ചെയ്തിട്ട് ഒരു 50 ടൈംസ് ആകുമ്പം നമ്മൾ 50 കൗണ്ട് ആകുമ്പോൾ നമ്മൾ 25 എണ്ണം കഴിയുന്നർത്ഥം. അങ്ങനെയാണ് നമ്മളിത് കൗണ്ട് ചെയ്യുന്നത്. അപ്പോൾ 100 ടൈംസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ 100 കൗണ്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 50 ടൈംസ് അത് കഴിഞ്ഞു. അപ്പം ഇതാണ് ഈ എക്സസൈസ് എന്ന് പറയുന്നത്. ഇത് ശരിക്കും നമുക്കാണെന്നുണ്ടെങ്കിൽ
സീരിയസ് ആയിട്ട് നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിതൊരു 30 ഡേയ്സ് ചലഞ്ചായിട്ടാണ് നമ്മൾ എടുക്കുന്നത്. നിങ്ങൾ 30 ഡേയ്സിൽ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളുടെ ബോഡി എത്രത്തോളം ഫ്ലെക്സിബിളും ലൈറ്റ് വെയ്റ്റും, പിന്നെ നമ്മുടെ ബെല്ലി ഫാറ്റ്സുകൾ എവിടെയൊക്കെ നമ്മുടെ ഫാറ്റുകൾ അടിഞ്ഞു കൂടിയിട്ടുണ്ട് അതെല്ലാം മാറ്റിയിട്ട് വളരെ സക്സസ്ഫുള്ളായിട്ടാണെങ്കിൽ നമുക്കൊരു ഭയങ്കര ഒരു ഉന്മേഷം തരുന്ന ഒരു എക്സസൈസാണത്. അപ്പോൾ ഇത് തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്യുക. നിങ്ങളുടെ വീട്ടിലുള്ളവർക്ക് ഇത് പറഞ്ഞു കൊടുക്കുക, കുട്ടികൾക്കും ഫ്രണ്ട്സിനും ഒക്കെ പറഞ്ഞു കൊടുക്കുക. ഈ എക്സസൈസ് സേവ് ചെയ്യുക, പിന്നെ ഇത് ഷെയർ ചെയ്യുകയും ചെയ്യുക. എല്ലാ ദിവസവും അത് വാച്ച് ചെയ്ത് ഈ എക്സസൈസ് തന്നെ കണ്ടിന്യൂസ് ആയിട്ട് അത് ഒരു 30 ഡേയ്സ് നിങ്ങൾ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ നമുക്കിതൊരു 30 ഡേയ്സ് ചലഞ്ചായിട്ട് എടുക്കാം. ഇതിൽ നമ്മുടെ ഹാൻഡ്സ്, നെക്ക്, ബാക്ക് ബോൺ, സൈഡ് ബെല്ലി, അബ്ഡോമൻ, ഹാംസ്ട്രിങ്, കാഫ് മസിൽസ് എല്ലാ ബോഡിയുടെ പാർട്സും അടങ്ങിയിട്ടുണ്ട്. ഇത് നല്ല എക്സസൈസാണ്. ഇതിലൊരു 30 ഡേയ്സ് ചലഞ്ചായിട്ട് എടുക്കുക. എവറി ഡേ ഇത് ചെയ്യുക, സേവ് ചെയ്യുക എക്സസൈസ്.